ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് പറഞ്ഞാൽ നമുക്ക് നാളെ വിഷു ആണ് വരുന്നത്. അപ്പോൾ നാളെ വിഷു ആയതുകൊണ്ട് തന്നെ നമ്മളില്ലേ സ്റ്റോക്ക് ഇറക്കാൻ പോവുകയാണ്. പടക്കം വാങ്ങാൻ പോവുകയാണ്. അതെ. അപ്പോൾ എന്തായാലും സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടില്ല. കാരണം അനു ഒന്നാമത് ഇവിടെ അല്ല. അല്ലെങ്കിൽ നമ്മളെപ്പോഴും അനുവിൻ്റെ അപ്പോൾ പോലെ അനു കൊച്ചിക്ക് പോയേക്കാണ് പരിപാടിക്ക്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ സർവീസിനൊക്കെ ഇട്ട് കല്ലിങ്ങൽ മറ്റേ സീറ്റ് കവറിന് വന്ന് ചേഞ്ചിങ്ങിനൊക്കെ ഇട്ട് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കറങ്ങി. ഇന്നൊരു ഫുൾ ഓട്ട ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് അസുർ ഇവിടെ വന്നിരിക്കണം. അസുറും റിനാനും വർഷാനും വ്ളോഗ് എടുക്കുന്നത് അച്ചു. അപ്പോൾ അച്ചുവിന് കേട്ടോ, അച്ചുവിന് ഇന്നലെ റിവീൽ ചെയ്തോ? അപ്പൊ അച്ഛന് ഐഫോൺ 17 പ്രോ അല്ലേ, 17 പ്രോ കിട്ടിയേക്കാണ്. അപ്പൊ അച്ചു ഐഫോൺ 13 ഒറ്റടിക്ക് 17 പ്രോയിലേക്ക്. എങ്ങനെയാ മാറ്റം? സ്മൂത്ത് അല്ലേ? അല്ലേ? അപ്പൊ ഇനി അച്ചുവിന്റെ ഓഫീസിന്റെ മുന്നിലാട്ടോ നിൽക്കുന്നത്. ഓൺട്രിയോ. അപ്പൊ നമുക്ക് ഏകദേശം എത്ര പോവാണ്ട്? മുക്കല്ലേ? 1 അവർ. ഇന്നൊരു 1 അവർ. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ അതിന്റെ മുന്നേ റിനാൻ എന്താ വെച്ചാൽ ഇപ്പൊ പുതിയ കച്ചവടക്കാരനായി മാറിയാണ്. റിനാൻ ഇപ്പൊ പെട്ടെന്ന് ഒരു മാരുതി സുസുക്കിന്റെ ഷോറൂമിൽ സെയിൽസ്മാൻ ആയിട്ട് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പറയണം എന്റെ സ്കിൽ എത്രത്തോളം ഉണ്ട് നോട്ടെ. അയ്യോ അങ്ങോട്ട് നോക്കി പറഞ്ഞു. ഒരു ഫ്ലോറിൽ പോണം. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നമ്മൾ ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിന്ന് ഇവിടെ നമ്മളെ ഓട്ടോ കളക്ഷനിൽ നിന്ന് വന്നിട്ടുള്ളത് 2010 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ. അപ്പൊ നമ്മൾ പൊട്ടിച്ച് കൊടുക്കാറുണ്ട്. നിങ്ങളൊരു സാമ്പിൾ പറഞ്ഞാൽ മതി. 2010 മോഡല് മാനുവൽ ഓട്ടോമാറ്റിക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ വണ്ടി ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം 4 നല്ല ക്വാളിറ്റിയിൽ 80% ഓക്കെയാണ്. പിന്നെ അത്യാവശ്യം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വണ്ടി ഇപ്പോൾ നമ്മൾ HR രജിസ്റ്ററാണ് വരുന്നത്. KL കാക്കണ ഒരു നമ്മൾ ടൈം എടുക്കും. അപ്പോൾ ഇൻഷാല്ല വൈകിട്ടോ എഞ്ചിനോ അതൊന്നും അറിയില്ല. നമ്മളതിന് വണ്ടിയല്ലേ ഡീൽ ചെയ്യുന്നത്. ഫുഡല്ലേ വാട്ട് ഈസ് ജർമ്മൻ പറഞ്ഞുതരാമെന്ന് എനിക്കറിയില്ല. കാണിച്ചു തരാം. അപ്പൊ എന്തായാലും നമുക്ക് നമ്മള് അബു ഫാൻസി ഫയർ വർക്സിലേക്ക് പോവുകയാണ്. എന്തായാലും താമരശ്ശേരി വിളിച്ചിട്ടില്ല, വിളിക്കണം. നമ്മള് അബുവിലേക്കാണ് പോലെ. അതെ, വൈറ്റ് ലോപ്പറിന്റെ സ്വന്തം അബു ഫാൻസി. അപ്പൊ എന്തായാലും നാളെ വിഷു ആയിട്ട് നല്ല തിരക്കുണ്ടാവും. സ്റ്റോക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. എല്ലാ സ്റ്റോക്ക് എടുത്ത് പോരാ. അനു നാളെ എത്തുന്നാ പറഞ്ഞു. ഞാനൊരു സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മള് തരും. ഇന്ന് പൊട്ടിച്ചു, ലൈൻ കണ്ണ് പൊട്ടിച്ചു. അതിന്റെ റിവ്യൂ പറയണം, വീഡിയോ എടുക്കണം. അപ്പൊ ഇന്ന് നമ്മൾ അബു ഫാൻസി ഒരു ഫയർ വർക്ക് മോഡൽ മാനുവൽ ഓട്ടോമാറ്റിക് ആണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ അല്ലേ? അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് ഏതെന്താ അപ്പൊ തന്നെ റീടേക്ക്. അപ്പോൾ നമ്മളിതാ തിരുവമ്പാടി എത്തിയേക്കാണ്. എല്ലാവരും സൈഡായി കട്ടായി. ഞാൻ തന്നെ എല്ലാവരും ഉറങ്ങി നീച്ച് വണ്ടിയിൽ നിന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ അബു ഫാൻസി തിരുവമ്പാടിയിൽ എത്തിയേക്കാണ്. അപ്പോൾ എല്ലായപ്പോൾ തന്നെ എന്താ പറയാ, ഇൻട്രോ സ്ലോ മോഷനിലെടുത്തോ? അപ്പോൾ പേരും തിരക്കും ഉണ്ട്. നമ്മൾ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. എന്തായാലും തിരക്ക് പോയും തോന്നുന്നില്ല. കാരണം വിഷു ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഉണ്ടാവും. വൈറ്റ് ലോപ്പർ അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. ഉള്ളിലുണ്ടോ? ആ ഷർട്ടാട്ടോ. അതല്ല, ഏത് പോയി ആകണ സ്റ്റോക്ക് എവിടെ കാണില്ലല്ലോ. ഇതാടണ ഇവിടെ സ്റ്റോക്ക് എടുത്തോണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി പോയോക്കാം, എന്തൊക്കെയാ സാധനം നോക്കാം.
ഷോട്ടെങ്കിൽ ഷോട്ട്, കുറച്ച് ലൈൻ ഗണ്ണ് വാങ്ങണം. പടക്കാണ് ഇപ്രാവശ്യം മെയിൻ ആക്കുന്നത്. നമ്മൾ എപ്പോഴും ഷോട്ട് മെയിനാക്കുക, ഷോട്ട് കാരണം ഷോട്ടാണ് കാണാൻ ശരിയാണ്, പക്ഷെ നമുക്ക് ആ ഒരു റങ്ക് ഇട്ട പടക്കം പിടിച്ചുമ്പോഴാണ്. അപ്പോൾ ലൈൻ ഗണ്ണ് മെയിനായിട്ട് ലൈൻ ഗണ്ണ് ഉണ്ടോ ചോട്ടെ, ലൈൻ ഗണ്ണില്ലെങ്കിൽ ലൈൻ ഗൺ വാങ്ങണം. ലൈൻ ഗണ്ണ് പറഞ്ഞാൽ പേപ്പർ ബോംബ് വാങ്ങണം, പിന്നെ കുറച്ച് ഷോട്ട് വാങ്ങണം. എന്തായാലും സെറ്റപ്പ് ആക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് പോയി ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. സുഹൃത്തുക്കളെ, നമ്മൾ തിരുവമ്പാടിയിലുള്ള അബു പടക്കടയിൽ ഞങ്ങൾ ഇന്ന് വിഷുവിന് വേണ്ടിയിട്ട് അതാണ് യൂസ് കാറില് എന്നാലൊരു മിനിമൽ എനർജി ഉണ്ട്, പക്ഷെ എന്നാലും കുറച്ചില്ല. എന്നാലും കുഴപ്പമില്ല. നിനക്ക് വേണ്ടി വാ, നമ്മൾ പടക്കടയിലേക്ക് കേട്ടോ. എനിക്ക് വേണ്ടിയില്ല, നമ്മൾക്ക് വേണ്ടി നാളത്തെ വിഷു സാറാക്കാൻ പൊട്ടിക്കാൻ വേണ്ടി പോകും. മറ്റേ നാളത്തെ വിഷു ആകെ അടിയിൽ പോകും. എല്ലാവരും പൊട്ടിച്ചുമ്പോൾ നമ്മൾക്ക് നോക്കിക്കേണ്ടി വരും. എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ഉള്ളതെന്ന് പറഞ്ഞു. ഹെലികോപ്റ്റർ, പേപ്പർ ബോംബ് ഉണ്ടല്ലേ, വെൽപ്പറിയാതെ പൊട്ടിച്ചാന്നിട്ട് ഇതെന്താ സാധനം എന്നറിയില്ല. പൊട്ടിച്ച അതിന്റെ കുറച്ച് മുട്ടന്ന് ചേക്കണ്ട് പോയില്ല. മണ്ണിന്റെ ഉള്ളിൽ പൊട്ടിച്ചിനി. മണ്ണിന്റെ ഉള്ളിൽ അത് ഫസ്റ്റ്, രണ്ടാമത്തെ ഫസ്റ്റ് അതിന്റെ അടുത്തുനിന്ന് പൊട്ടിച്ച് കുട്ടികളെല്ലാരും എടുത്തേനി. മോത്തിമാൽ വൈൽഡ് റബ്ബർ വൻ ബിസിനസ് ഡീലിംഗ് കേട്ടോ, ഫുൾ ഡീലിംഗ്. അത് ഇവിടുന്ന് ഇറക്കണോ അതൊക്കെ എത്ര സാധനങ്ങളല്ലേ, അതൊക്കെ പുതിയതാട്ടോ. ബ്ലാക്ക് ടൈഗർ 30 ഷോട്ട്, ടാർസൻ, ഇന്ത്യ, യാർക്കിഷാദി, ഇതാണ് നമ്മളെ മെയിൻ സാധനം. യാർക്കിഷാദി, ഫ്ലോറ, ഇതൊക്കെയാണ് നമ്മളത്. ഫ്രീ ആയോ? വെറൈറ്റികളൊക്കെ ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്തീനത്, പിന്നെ എല്ലാം കൊണ്ട് ഓണം പോലെ. ജോളി എലിഫന്റ് ഇതൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഒറ്റ പീസും കൂടി ഉള്ളൂ. ഇത് പുതിയ സാധനമാണല്ലോ ജോളി എലിഫന്റ്. ഇത് ഇത് ഇതായിട്ട് കത്തുന്ന ഫസ്റ്റ് ഒരു ഇത് കത്തി, അതിനുശേഷം രണ്ടാമത്തെ കത്തി 3 പ്രാവശ്യം കത്തുന്നത്. ഇതൊരു വെറൈറ്റി അടിപൊളി സാധനം, നല്ല പൂക്കുപോയ സാധനം ഇപ്രാവശ്യം. ജോളി എലിഫന്റ് ഇത് പുതിയ സാധനം കേട്ടോ, ജോളി എലിഫന്റ്. അതിന്റെ വേറൊരു സാധനം ഉണ്ടായിന് പോയില്ലേ, ജോളി മാല. ഇത് ജോളി എലിഫന്റാ? ഇതുണ്ടോ? ഇവിടുത്തെ നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്തേ. മറ്റേ സാധനം ഉണ്ടാവല്ലേ, ഓട്ടോഗ്രാഫ് കറക്കിയിട്ടില്ലേനിയോ, മറ്റേ മാന്ത്രികവടി വരില്ല സാധനം. ആ ഓട്ടോഗ്രാഫ് ഇങ്ങനെ മാന്ത്രികവടി വരില്ല സാധനം, ഇങ്ങനെ കൈ പിടിച്ച് കറക്കണേ. കടലൊക്കെ കൊടുക്കണോല് കത്തിച്ചണ അതന്നെ ഫ്ലയർ വരില്ല, ഫ്ലയർ ഒന്നായിട്ട് കത്തും, രാവിലെ ആവും. ഒരു ഫ്ലയർ എടുത്തോ, എല്ലാം ടെസ്റ്റ് ചെയ്യണ ഒരൊറ്റ ഒരു ഇതിട്ട് മതി. നമ്മൾ ഇവിടുത്തെ ഫുള്ള് ഓരോന്ന് ടെസ്റ്റ് ചെയ്യണില്ലേ. കിച്ചൻ വൈഡിൽ വെച്ചു. നമ്മൾ ഇവിടുത്തെ എല്ലാതും ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ എല്ലാതും നമ്മൾ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യും. അതിന്റെ ഒരിടെ തട്ടിക്കണേ എന്താ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടുത്തെ എല്ലാ പടക്കങ്ങളും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണ്ടോ. ലെറ്റ്സ് ഗോ. ജോളി എലിഫന്റ് ഉണ്ട്. ഇനി നമുക്ക് ലോപ്പറോട് ചോദിച്ചോളൂ, തിരക്കാണ് ഇവിടെ മെയിൻ ആയിട്ട്, അതാണ് പ്രശ്നം. ലോപ്പറോട് ചോദിച്ചോക്കാം. ലോപ്പറേ അതാണ് ഒന്ന് ഫ്രീ ആയിട്ട് എടുക്കട്ടോ. പടക്കങ്ങൾ ഇത് 120 ഷോട്ട്. ഒരു തിരിവട കൊടുത്താൽ അല്ല, ആ ഒരു തിരി കത്തിച്ചാനെല്ലാം കത്തുവോ? പിന്നെ അത് കഴിഞ്ഞിട്ട് കൊടുത്താൽ 2 ഒപ്പരം കൊടുത്താൽ വെട്ടിക്കെട്ടേക്കും. അങ്ങനെ പൊട്ടൂലേ? ഒന്ന് കൊടുത്തിട്ട് അപ്പുറത്ത് കൊടുക്കാം. 120 ഷോട്ടിന്റെ ഫ്ലോറ 120 ഷോട്ട്. ജയ് നാരായണ മൾട്ടി കളർ. ഇത് വെയിറ്റ് ഉണ്ടല്ലോ, പൊട്ടണ്ടല്ലോ. ഇത് പിടിച്ചോ. തീരെ കാലല്ലാത്ത സാധനം.
വിങ്ങാണ്ട് പൊട്ടണ്ടല്ലോ ചൂടെടുത്ത് പൊട്ടും പടക്കം അങ്ങനെ ഡോർ ചെങ്ങായി ചൂടെടുത്ത് പൊട്ടണ്ടല്ലോ എഴുതിയുണ്ട് പടക്കേ എന്താ എന്താ അതിനൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പടക്കത്തിൽ എന്നാലും അങ്ങനെ ഒറ്റയടിക്ക് തറയല്ലേ പടക്കത്തിലേറെ വലിയ എന്തിനാണ് അതിന്റെ ഉള്ളിൽ ഗ്യാസ് അരി കിടക്കുന്നത് എന്താ കിട്ടൂലേ അത് പെട്രോൾ ടാങ്കിലല്ലേ അത് പെട്രോൾ ടാങ്കിലല്ലേ CNG ആണല്ലേ സോറി വാലേതാ തുമ്പേതാ മനസ്സിലാവാത്ത രീതിയില് ആരൊക്കെ പറഞ്ഞ് പറ്റിക്കണ ഇല്ലല്ല പറ്റിക്കപ്പെടുന്നുണ്ട് ഇത് എത്ര ഷോട്ടാ അത് എത്ര ഷോട്ടാ മൊത്തം ആക്കണേ ഓ എടാ ഞാൻ സംശയം ചോദിക്കട്ടെ നല്ലൊരു ദമ്മിൽ പോയി വിട്ട സാധനല്ലേ ഇതിലാറ് ദമ്മിലൊരു സാധനം അങ്ങനല്ല സ്കൈ പൊട്ടണ സിംഗിൾ പോയിട്ടത് പൊട്ടണല്ലേ ഒറ്റൊന്ന് ആ ദമ്മിൽ പോയി പൊട്ടണേ ഇത്ര എളുപ്പല്ലേ ഒറ്റ മാത്രം പൊട്ടണേ ഷാദി മസ്തി പടക്കം ഇവിടെ അടുത്തായിട്ട് ഇപ്പൊ ഇത് കയറണ്ടേ ക്യാമറ ഷാദി മസ്തി പടക്കം ഇവിടെ ആ ഷാദി അവസ്ഥ അല്ല യാർക്കി ഷാദി അല്ലേ അതിനെ നമ്മളെപ്പോഴും കൊണ്ടുപോയത് 120 രണ്ടെണ്ണോ 120 രണ്ടെണ്ണം ഇതൊന്നും 60 ഒന്നും എടുക്കാം അല്ല സോറി 10 അത് തീരലെല്ലാം തീരും ഇപ്പം 1 മണിക്കൂറുണ്ടാവും ഓ പറയുമ്പോ കുറച്ചൊക്കെ വികസനം കൂട്ടി പറയണ്ടേ വികസനോ കുറച്ചുകൂടി മെച്യൂരിറ്റി പറയണ്ടേ എന്തൊക്കെയാ പറയണേ പറയണ്ട് ഒന്നും ഓർമ്മല്ല ആകെ പോയിക്കണേ വെയിലുണ്ട് പിന്നെ ചെറുതല്ലേ ഷാദി അല്ല ഈ സിംഗ് ഞാൻ കാര്യം പറ്റും നല്ലൊരു ദമ്മിൽ പോയി പൊട്ടുന്ന സാധനം പൈപ്പ് കഴിഞ്ഞ് നല്ല അങ്ങനെ പകരമായിട്ടായിരുന്നു 102 നിന്ന് അല്ല ഇതും ഏകദേശം ആ ഒരു റേഞ്ച് തന്നെയല്ലേ പൊട്ടുമ്പോ ഏതത് യാർക്കി ഷാദി 60 പോപ്കോൺ ഏതാ ഇതേതാ ചിരിച്ചിടിയാ വലുതല്ലേ ഗുണ്ടോ പത്തിന്റെ ഉണ്ടാ ചെറുതല്ലേ ഒരു പവർ ഉണ്ടാവാ 10 ഗുണ്ട് ചിടിച്ചിടി ഗുണ്ട് തോന്നിയില്ലേ ഗുണ്ട് തോന്നിയില്ലേ ഇത് രണ്ടും സെയിം സാധനം തന്നെയല്ലേ ഇത് ചെറുതേക്കാരം ഇത് ഇതിന്റെ ചെറുതേക്കാരം 5ന്റെ കാരം വലിയ മേശപ്പൂ സീന മേശപൂതിരിയോ റാങ്ക് ഭാരത് റാങ്ക് ഭാരത് ഇതുണ്ടോ മറ്റേ ലേങ്കണ് അല്ല ഇത് മറ്റേ പേപ്പർ ബോംബ് എങ്ങനെ പോകാൻ നേരത്തെ മൊട്ടിമഹലെന്താ അങ്ങനെ പുറത്ത് വെക്കാൻ പറ്റാത്ത ഇത് മറ്റേ മേശപ്പൂടെ 60 റുപ്യന്റെ ഇത് അതെത്ര ഷോട്ടോ 60 ഷോട്ടോ ഇത് ഷോർട്ടല്ല ഇത് അതിന്റെ വലുതല്ലേ ഇത് തിന്നി വലുതല്ലേ അതിനൊന്നും എടുത്താണ് ആ സാധനം തന്നെ സെയിം സാധനം കളർ കോട്ടി പോകണ്ടല്ലോ എടുത്താലോ പോകുന്നത് എന്താ ഒരു കളർ കോട്ടി എടുക്കുക സാധനം അടിപൊളിയാ ഇത് ഏതാണ് കളർ കോട്ടി ഇത് മേശപ്പൂത്തിരി തന്നെ ഇതിനാണതല്ല നമുക്ക് ഇത് എടുക്കണത് ഇത് എടുത്തില്ലേ അശോക ധന്യീകാരം റംഗ് ഭാരത് എന്താ ഭാരത് എടുത്തിന് അത് ഇത് ഗുണ്ടല്ലേ റംഗ് ഭാരത് കണ്ടോ ഇത് ഗുണ്ടല്ലേ ഗുണ്ട് ഒന്നെടുത്തല്ലോ ഗുണ്ടോ ഗുണ്ട് നമുക്ക് ഈ ഐറ്റംസ് കയറാൻ വേണ്ടിയില്ല പൊട്ടുന്ന സാധനം പടക്കം പൊട്ടണതിന്റെ അയലത്ത് കാണൂല ഏയ് ഞാൻ ഇതിനൊക്കെ എന്തിന് പൊട്ടിക്കാനോ സാറാണ് പടക്കം ഇത് മറ്റേതാണ് പേയോ പടക്കം ഇത് മറ്റാണ് ഇത് പൊട്ടിച്ചാണ് ആകെ തെറിച്ചു ഇങ്ങനെ പേപ്പറാണ് തെറിച്ചുകൊണ്ടുവന്ന് അത് വേണ്ട നമുക്ക് അലമ്പാവുന്ന സാധനങ്ങളാണ് ഇതാവുന്ന എടുക്കുകയാണ് ഇത് സീനാണോന്നുണ്ട് ഇത് സീൻ സൗണ്ടാ ഇതെങ്ങനെയുണ്ട് കുരുവിയോ കുരുവിയിൽ പേരിട്ട് വിളിക്കുന്ന ചെറിയ ചെറിയ പേരുകളുണ്ട് ഇത് തെറിച്ചില്ലേ പേപ്പറൊക്കെ ആകെ നല്ല സൗണ്ട് അതാണ് വേണ്ടി ഒന്നെടുക്കാം ഞാൻ പോപ്കോൺ ആണ് ഇത് ഇതെന്താ അറിയോ ഇത് പ്രത്യേക സാധനം ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ചിനെ മാത്രല്ലേ നിങ്ങൾ മറ്റേ ഇതാണ്
ഇത് വേണ്ട ഇത് വേണ്ട ഇതാണ് കളർ വന്നിട്ട് അത് എനിക്ക് പണ്ടേ ഉണ്ട് ബ്ലേഡ് എടുത്ത് വരുന്നേ ചെറുപ്പത്തിലാണേ അതിലേതാ നല്ലല്ലേ കമ്പിത്തിരി മതി 2 മതി ഇത് ഞമ്മക്ക് എനിക്കാനുണ്ട് 2 പേര് കമ്പിത്തിരിയോ കജ്ജായിക്കോട്ടോ ഇന്ന് രാത്രി ഉണ്ടാവില്ല നാളെ രാത്രി അതിന് വരുള്ളൂ ഇതെന്താ ഇത് നമ്മളാ മറ്റേ ഇതിന്റെ അടിയിൽ കൊടുത്താണ്ട് ബുഡൂല അല്ല ഇത് മേലെ കത്തിച്ചണ ആ ഇവിടെ കത്തിച്ച് മറ്റോണ്ട് പൂത്തിരിയോണ്ട് ഇത് മേശപൂത്തിരിന്റെ അടുത്ത് തന്നെയല്ലേ നേക്കുണ്ടാവും വെച്ച് തോന്നുള്ളൂ കേട്ടോ നമ്മൾ കഴിഞ്ഞൊരു കത്തിച്ചിങ്ങനെ എനിക്ക് ഓർമ്മ ഉണ്ടോ ബ്ലാക്ക് ടൈഗർ ലോപ്പർ കളർ ഹെൽപ്പ് എനി ഹെൽപ്പ് പ്ലീസ് ഹെൽപ്പ് എങ്ങനെ കച്ചവടം ഇതെന്താ സാധനം മേശപ്പുത്തിരിയോ ഇത് മേശപൂത്തിരി അല്ല ഷോട്ട് എത്ര ഷോട്ടാ 30 ഷോട്ട് ഇതല്ല നമ്മളുണ്ടാവില്ലേ അത് മതി ഓലപ്പടക്കം വേണ്ട മറ്റേത് മതി ലൈൻ മതി ലൈനിലാറല്ലോ ഓലപ്പടക്കല്ലേ ലൈൻ ലൈനാ ഓലപ്പടക്കല്ലേ പറഞ്ഞത് ഗ്യാസും കുറ്റിയിലാ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയിന് അടച്ചാണ് CNG വണ്ടിയിലാട്ടോ പോണത് ഓലിമാല ആ മറ്റേ സാധനക്കാരെ വലിച്ചിങ്ങനെ കൊണ്ടുപോകാനേക്കാരം ആ മറ്റേ റീല് ആ പൊട്ടിച്ചിന റീല് ഓ കണ്ടിക്കണതേ പാലക്കാടിലെ കൊണ്ടേ പൊടിച്ചതല്ലേ പാലക്കാടോ ഈ സാധനൊക്കെ പേരും പൊട്ടല ഇജയ് കിളിയേ പറസല്ലേ പടക്കത്തിന് നോക്കിയാണ്ടേ ഫ്രെയിം നോക്കണില്ല ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്ക് ഒരു മാലപ്പടക്കം എടുത്തിക്കണ് ഇപ്പൊ ഇത്ര സാധനങ്ങളുടെ അടുത്ത് 3 കമ്പിത്തിരി പിന്നെ ഒരു ഇതെന്താ കുയിലോ ഒരു കുയില് ഹൈഡ്രോ ബോംബ് പിന്നെ ഇത് രംഗ് ഭാരത് 2 എണ്ണം പിന്നെ ഇത് മേശപ്പുത്തിരി പിന്നെ ഇതാ പിന്നെ അടിയിൽ 3 ബോംബ് പിന്നെ യാർക്കിഷാദിന്റെ 60 ഷോട്ട് പിന്നെ ഫ്ലോറന്റെ 120 ട്രൈ കളർ ഇതൊന്നും മതി ഓ എത്ര സാധനമായി ഇപ്പൊ ഇത് ഇന്ത്യ ഒന്നും കൊടുക്കാം ഇതും അടിപൊളി സാധനം അത് വേണ്ട അടച്ചോനെ ഇത് പൊളിഞ്ഞാടും ഇതിപ്പോ ഒന്നാഴ്ച വെക്കൂ ഡൊമിനോസോ ഡൊമിനോസ് അങ്ങനെ മേലേക്ക് വെക്കൂല നമ്മള് അടച്ചോനെ എന്നിട്ട് അടിയിൽ നിന്ന് എടുക്കും പിന്നെ മേലെ വെക്കും പിന്നെ അടിയിൽ നിന്ന് ആ എന്തേനി പറയാ എന്തോ പേര് മരക്കണ്ടം കൊണ്ടുള്ള സാധനം എന്നാ ഇതിനൊരു ഇൻട്രോ കൊടുത്ത അതായത് ഇത്രയും പടക്കങ്ങൾക്ക് ഇൻട്രോ സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് അബു ഫാൻസി ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ തിരുവമ്പാടി അബു ഫാൻസിയിലായിട്ട് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഫയർ ബോക്സിലേക്ക് വന്നിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് തിരുവമ്പാടി ഫയർ വർക്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു വിഷുവൊക്കെ ആയിട്ട് ഒരുപാട് കലാശക്കൊട്ടും തിമർത്തിക്കൊട്ടും പഠിച്ച് പൊട്ടിച്ച് തിമർത്തി പൊട്ടിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കൂറ്റന്മാരിൽ നമ്മൾ വണ്ടി വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഐറ്റം മൊത്തം മേടിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മൾ പൊട്ടിച്ച് തിമർക്കും. കാരണം എല്ലാം കൂടെ കാരണം നാട്ടിലെല്ലാവരും ഒരു അവസ്ഥയ്ക്ക് സ്ഥിതിക്ക് നമ്മളിന്ന് നിന്നു നാളെ കേട്ട് തിമർക്കാൻ പോവാണ്. എന്റെ ഫേവറേറ്റ് ആണ് അടിയുടെ സാധനം. അതെന്താ സംഭവം? ഈ 120 ഷോട്ട് എത്ര നേരം പൊട്ടോ? ഒരു 3-4 മിനിറ്റ്. ആ കാഴ്ച ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ എത്ര നേരം ഉണ്ടാവും അത്?
ആനോട് അറിയില്ല ആനോട് അറിയില്ല ഈച്ച് 3 മിനിറ്റ് 1 മണിക്കൂർ എന്നാ പറഞ്ഞു. 1 മണിക്കൂറേ. അപ്പൊ അതാട്ടോ ഇത്ര സാധനങ്ങൾ നമ്മൾ എടുത്തത് ഇതാക്കണ്. എന്താ 3-4 ഷോട്ടിന്റെ തന്നെ ഉണ്ട്. പിന്നെ എന്താന്നുള്ളത് ലോപ്പർ തന്നെ പറയട്ടെ, എന്തൊക്കെ സാധനങ്ങളാണ് ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താ? മൊത്തത്തിൽ ചെയ്യലിപ്പോ എന്നാ കുറച്ച് മതി എന്റെ ഫേവറേറ്റ് സാധനങ്ങൾ. ഫേവറേറ്റ് സാധനങ്ങൾ ഇതൊക്കെ ഈ പ്രാവശ്യത്തെ ട്രെൻഡിങ് സാധനങ്ങൾ. ഇതിന്റെ വേറെ അടിപൊളി സാധനങ്ങളുടെ ജോളി ബോഗി എന്ന് പറഞ്ഞിട്ടുള്ള അതൊക്കെ ഇപ്പൊ കഴിഞ്ഞ് നമുക്ക് മറ്റോ എടുത്തരാണോ എന്റെ വണ്ടിയിലുണ്ടോന്ന് വണ്ടിയില് ആ വീഡിയോ എടുത്തിന് ആണോ? അല്ല ജോളി ബോഗി തന്നെയാണത്. അതൊക്കെയാണ് ഇതിന്റെ ഒക്കെ വെറൈറ്റി ഐറ്റംസ് ഒരുപാടുണ്ട്. അതിനൊക്കെ കഴിഞ്ഞു. അപ്പൊ ഗൈസ് നമ്മളുടെ വിഷു പ്രമാണിച്ച് നമ്മൾ വാങ്ങിയിട്ടുള്ള പടക്കങ്ങൾ ഫുൾ ഫ്രം അബു ഫയർവർക്സ് തിരുവമ്പാടി. എന്തിനു സമീപം? മാട്ടക്സിന് സമീപം തിരുവമ്പാടി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ആഘോഷങ്ങളുണ്ടെങ്കിലും എന്ത് ഇതുണ്ടെങ്കിലും കം ടു അബു ഫാൻസി. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഞങ്ങള് വരുന്ന ടൈമിന് ഒരുവിധം തിരക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തല്. അതായത് ഇവിടുത്തെ മെയിൻ സ്റ്റോക്കുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കടയിലേക്ക് എത്തല്. പക്ഷെ എന്നാൽ പോലും ഇവിടെ കിട്ടുന്ന സ്റ്റോക്കുകൾ നിങ്ങൾ കണ്ടില്ലേ, ഇവിടുത്തെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അതായത് ട്രെൻഡിൽ പെടാത്ത സാധനങ്ങളാണ് ഈ കാണുന്നത്. അപ്പൊ ഇവിടുത്തെ ട്രെൻഡിൽ പെടുന്ന സാധനങ്ങൾ എന്തെല്ലാം ഉണ്ടാവും? അതൊക്കെ എന്തൊക്കെയാണ്? അപ്പോ ഏതായാലും ആവശ്യങ്ങളുണ്ടെങ്കിലും, അതായത് വെഡിങ് ആയാലും ബർത്ത്ഡേ പാർട്ടി ആയാലും ആഘോഷങ്ങൾ ഏതും ആവട്ടെ, എന്ത് പരിപാടി നമ്മൾ സെറ്റാക്കി തരും. അതും ക്വാളിറ്റി ഉള്ള പടക്കം. നമ്പർ എന്ന് പറയുന്നത് എൻ്റെ നമ്പർ 8157831538. ഓക്കെ, അപ്പൊ ഇതാട്ടോ ഇതാണ് ഷോപ്പ്. നമ്മളെപ്പോഴും വരുന്നതാണ്, എല്ലാവർക്കും കണ്ട് പരിചയം ഉണ്ടാവും. കാരണം നമ്മളെപ്പോഴും ഇങ്ങോട്ട് തന്നെ വരല്, എന്താഘോഷം ഉണ്ടെങ്കിലും എന്തിനും ഇങ്ങോട്ട് തന്നെ വരല്. അപ്പൊ എന്തായാലും ഇനി നിങ്ങൾ പോയിക്കോളി. സെറ്റാക്കാം. അപ്പൊ എന്തായാലും ഇനി നമുക്ക് പെരേക്ക് പോവാ. ഇതൊക്കെ ഇനി ചെന്നിട്ട് നാളെ വിഷു അടിച്ചു പൊളിക്കാം. ടെസ്റ്റിംഗ് വിഷു ടെസ്റ്റിംഗ്. ലെറ്റ്സ് ഗോ. അപ്പൊ എന്തായാലും പെരലെത്തിരി കാണാം. പെരലെത്തിരി കാണാനുള്ള വ്ളോഗ് ഇവിടെ എൻ്റെ ആണ്. ഇനി നമുക്ക് അനുവിന് നാളെ വന്നിട്ട് അനുവിൻ്റെ വ്ളോഗിൽ ഇതൊക്കെ പൊട്ടിക്കണ സാധനങ്ങളുണ്ടാവും. അപ്പോൾ എന്തായാലും ബൈ ഗൈസ്, നാളെ വിഷുവിന് കാണാം. ഹാപ്പി വിഷു.